സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി 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 കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ മഹത്വം മഹത്വം ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു, ആരാധന 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 മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് നമ്മൾ ചെല്ലുന്നത്. ഞങ്ങൾ ഒരുമിച്ച് അച്ഛനോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ആരാധന ഭക്തിയോടെ ആരംഭിക്കുക. സന്തോഷമായാണ് ആരാധനയിൽ പങ്കെടുക്കുന്നത്. കാര്യം ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത. എല്ലാ ദുഃഖ വാർത്തകളെയും അത് ലംഘിക്കുന്ന മനുഷ്യരാശിയുടെ സന്തോഷ വാർത്തയാണ് ജീസസ് ലീവ്സ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ആമേൻ. യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സഭയുടെ സാന്നിധ്യപ്രദമാക്കണമേ. ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത വിശുദ്ധമായ രക്തത്താൽ അഭിഷേകം ചെയ്യണമേ. സർവശക്ത നിത്യപിതാവേ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര
ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ 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 യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ നിത്യപിതാവേ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു. ആരാധനയും സ്തുതിയും പുകഴ്ചയും പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2007 ഡിസംബർ 7 കഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠ പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ ആരംഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവപുത്ര സർവശക്ത നിത്യപിതാവേ. പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് ആ പ്രത്യക്ഷപ്പെടലിലൂടെ ദൈവമാതാവിന്റെ കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ അമ്മയുടെ സഭയിൽ കൂടുതൽ പ്രചരിക്കുവാൻ ദൈവപുത്ര സർവശക്ത നിത്യപിതാവേ യേശുനാഥ ദൈവപുത്ര സർവശക്ത നിത്യപിതാവേ പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷപ്പെടലിലൂടെ ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സമ്പത്തും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ആരാധന. ദൈവപുത്ര സർവശക്ത നിത്യപിതാവേ യേശുനാഥ ദൈവപുത്ര സർവശക്ത നിത്യപിതാവേ
പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി എന്റെ പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷപ്പെടുക വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, മാതാവേ, സകല പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ നിയോഗം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ ആസ്പദമാക്കിയാണ് ഇപ്പോൾ പ്രാർത്ഥന ആവശ്യം. ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ നിയോഗ പ്രാർത്ഥന പോലെ അല്ല ഇത്. അമ്മയ്ക്കും ഒരു ആവശ്യമുള്ള ഒരു വിഷയമാണിത്. ദൈവത്തിൻ്റെ ഒരു ആഗ്രഹപ്രകാരമുള്ള വിഷയമാണെന്ന് ഓർക്കണം. കാര്യം കൂടുതൽ കൂടുതൽ അടയാളമുണ്ടായാൽ മാത്രമേ സമയഘടികാരവുമായി തിരുനെഞ്ചിൽ സമയഘടികാരമായി പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടാൻ കഴിയത്തുള്ളൂ, കൂടുതൽ അടയാളങ്ങൾ ലഭിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി അനുഭവങ്ങൾ വരാൻ കാരണം അതാണ്. അത് നമ്മുടെ മാത്രം ആവശ്യമല്ല, ദൈവത്തിൻ്റെയും ആവശ്യമാണ്. അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ വഴി അനേകം അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഈ അത്ഭുതങ്ങളെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും സഭ പോലും പഠനം ആരംഭിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ സമർപ്പിക്കുന്ന ഓരോ ആവശ്യവും തീർച്ചയായിട്ടും നടക്കും. നമ്മൾ സാക്ഷികളാകുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. കർത്താവേ, അനേക മക്കൾ ലോകം മുഴുവനും അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന് പറ്റുന്ന രീതിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, അമ്മ പരിശുദ്ധ അമ്മ ഇപ്പോൾ നിനക്ക് സമർപ്പിക്കുന്ന ഓരോ കാര്യവും നീ കേട്ട് കർത്താവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ. എല്ലാ ഭൂഖണ്ഡങ്ങളുമുള്ളവർ നിന്റെ സാക്ഷികളാകാം. സമയഘടികാരം നെഞ്ചിൽ ചേർത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് ദുരന്തമുണ്ടാകാൻ പോകുമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ദുരന്തം ഇന്നുവരെ ഒഴിഞ്ഞിട്ടില്ല. കർത്താവേ, ഈ ദുരന്തത്തിൻ്റെ ഒരു സമാപ്തി കുറിക്കാൻ ദൈവം മഹത്വപ്പെടാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ സഹായിക്കണമേ. അതിൽ ഞങ്ങളുടെ ജീവിതാവശ്യങ്ങൾ ഇപ്പോൾ ലോകം മുഴുവനുള്ള മക്കൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അങ്ങയുടെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജീവിതം കരകയറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീന്തി കര കാണാത്തവരെ, കുഴഞ്ഞു പോയവരെ കൈവർത്തിക്കൊണ്ട് മുങ്ങിപ്പോകുമ്പോൾ ആർത്തനാദത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇപ്പോഴേ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചവരെ അങ്ങ് കൈപിടിച്ചുയർത്തണമേ. പത്രോസിനെ കടലിൽ നിന്ന് കർത്താവെ കൈപിടിച്ചുയർത്തിയ പോലെ കർത്താവെ ഞങ്ങളുടെ കൈകളെയും നീ പിടിക്കണമേ. ആരെല്ലാം കർത്താവ് മുങ്ങിപ്പോകുന്നുവോ, സാമ്പത്തിക ദാരിദ്ര്യത്തെ മുങ്ങിപ്പോകുന്നുവോ, ശാരീരികമായ രോഗത്തെ മുങ്ങിപ്പോകുന്നുവോ, അവരെല്ലാം ആ കടലിൽ നിന്ന് കർത്താവെ കടലിന്റെ മീതെ നടന്നു വരുന്നവനെ കലാതീതനെ നീ കൈപിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ദൈവപുത്ര സർവശക്ത നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, നിത്യപിതാവേ. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങളിപ്പോൾ അവനുമായി പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളുടെ ഞങ്ങളെ യേശുക്രിസ്തുവിന്റെ സാക്ഷികളായി ഉയർത്തണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് ഷൈനി ഗ്ലാഡി. ഇതെൻ്റെ മകൻ ഗ്ലാഡ്വിൻ ഗ്ലാഡി. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. 2022 നവംബർ 18-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അത് എടുക്കാനുള്ള കാരണം എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായിരുന്നു.
അവന് മെർച്ചൻ്റ് നേവി പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് 8ാം ക്ലാസ് തുടങ്ങിയുള്ള അവൻ്റെ ആഗ്രഹമായിരുന്നു മെർച്ചൻ്റ് നേവി പോകുമെന്നുള്ളത്. അപ്പം ഞാനതിന് താല്പര്യം എടുത്തില്ല. കാരണം 6 മാസക്കാലം നമുക്ക് കാണാൻ പറ്റില്ല, നമ്മുടെ അമ്മമാരുടെ വിഷമം നമുക്കറിയാമല്ലോ. അപ്പോൾ ആ വിഷമത്തിൽ ഞാൻ പറഞ്ഞു പോവണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവന് +2 കഴിഞ്ഞപ്പോൾ അവന് ഇത് തന്നെ വേണമെന്ന് ഭയങ്കര വാശി പിടിച്ചു. അങ്ങനെ അതിൻ്റെ DNS കോഴ്സിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. ആ DNS കോഴ്സിന് വേണ്ടിയിട്ട് എൻട്രൻസ് എഴുതി. ഫെബ്രുവരി ബാച്ചിൽ എല്ലാ എക്സാമുകളും എഴുതി, എല്ലാ 6 എക്സാം എഴുതി, ഇൻ്റർവ്യൂ കിട്ടി. പക്ഷേ ഇൻ്റർവ്യൂ എല്ലാം ഫെയിലായി പോകാനുണ്ടായത്. അങ്ങനെ ഓഗസ്റ്റ് ബാച്ചിലും അങ്ങനെ ട്രൈ ചെയ്തു. ഓഗസ്റ്റ് ബാച്ചിലും ട്രൈ ചെയ്തിട്ടും ഇങ്ങനെ തന്നെ സംഭവിച്ചു. അവന് ഒന്നും എക്സാം പാസ്സാവും, പക്ഷേ ഇൻ്റർവ്യൂ കിട്ടൂല. ഭയങ്കര ടഫ് ഇൻ്റർവ്യൂ കിട്ടൂല. അത്ര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇത് വിടാൻ മോനെ, നമുക്ക് വേറെ കോഴ്സ് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അവനെ സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു, അമ്മ എന്നാൽ ഒരു കോച്ചിങ്ങിന് ചേരാം. അങ്ങനെ ഒരു കോച്ചിങ്ങിന് ചേരുകയും അങ്ങനെ BSc നോട്ടിക്കൽ സയൻസിന് അഡ്മിഷൻ എടുത്താലോ എന്നുള്ളൊരു അഭിപ്രായം വരികയും ചെയ്തു. അപ്പോൾ അത് ചെയ്തിട്ടും അപ്പോൾ പ്ലേസ്മെൻ്റ് ഇല്ലാതെ നമുക്ക് അവിടെ പോയിട്ടൊരു കാര്യമില്ല. ഷിപ്പിൽ കയറാൻ പറ്റില്ല. അവിടെ അഡ്മിഷൻ കിട്ടി കോഴ്സ് തുടങ്ങിയാലും ഷിപ്പിൽ കയറണമെങ്കിൽ പ്ലേസ്മെൻറ്റ് കിട്ടണം. പ്ലേസ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ പോയിട്ടൊരു കാര്യമില്ല എന്ന തീരുമാനത്തിൽ വന്നു. അപ്പോൾ ഇവനാണെങ്കിൽ പോകാൻ ഭയങ്കര ആഗ്രഹം. പക്ഷേ 15 ലക്ഷത്തോളം രൂപ ആവശ്യം വരും. അതിനുള്ള പൈസ നമ്മളുടെ കയ്യിലില്ല. അപ്പോൾ മോൻ ഇതിനെന്നെ പോകണോ എന്ന് പറഞ്ഞപ്പോൾ അവൻ അതിനെന്നെ പോകണമെന്ന് വായിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടിയിലെടുത്ത് പ്രാർത്ഥിക്കാൻ പോവാണ്, മോനെന്ന് ട്രൈ ചെയ്തോ. അങ്ങനെ 2ാമതും എൻട്രൻസ് എക്സാം എഴുതി. BSc നോട്ടിക്കൽ സയൻസിന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ഇൻ്റർവ്യൂ മാത്രമേ ഇനി ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. എക്സാം പാസ്സായി. ഏറ്റവും അവസാനം ഇനി ഇൻ്റർവ്യൂ അവനില്ല. പിന്നെ ക്ലാസ്സിലാണെങ്കിൽ അവന് അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. ഒരു 6 എക്സാം എഴുതി, 4 ഇൻ്റർവ്യൂ കഴിഞ്ഞു. 4 ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും അവന് ഒരു ഇൻ്റർവ്യൂവിൽ പോലും പാസ്സാവാൻ പറ്റില്ല. രാവിലെ ഒരു 8 മണിക്ക് ഇൻ്റർവ്യൂവിന് കയറി കഴിഞ്ഞാൽ 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഇൻ്റർവ്യൂ ബോർഡ് വിളിക്കുന്നത് തന്നെ. ചെന്നൈയിലും ബാംഗ്ലൂരും ബോംബെയിലൊക്കെയാണ് എൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും അവന് ഒന്നിനും തന്നെ പാസ്സാവാൻ പറ്റിയില്ല. ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ലാസ്റ്റ് ഇൻ്റർവ്യൂ ഒരു ഇൻ്റർവ്യൂ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, മോൻ എന്തായാലും ഇൻ്റർവ്യൂ ബോർഡിൽ കയറുമ്പോൾ തന്നെ എന്നോടൊന്ന് പറയണേ, അപ്പം ഞാൻ അമ്മയ്ക്ക് മോന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ ബോർഡിൽ കയറി. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ ഞാൻ ഇപ്പോൾ കയറാൻ പോവാട്ടോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ആ സമയം വീട്ടിൽ വന്ന് അപ്പോൾ ഇവനോട് ഇൻ്റർവ്യൂ ബോർഡിൽ കയറിയപ്പോൾ തന്നെ അവൻ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് മുട്ടൂത്തി നിന്ന് 2 തിരിയും കത്തിച്ച് വെച്ച് മാതാവിനോട് മുട്ടിപ്പായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയത്ത് വേറെ ഒരു വഴി എനിക്കില്ല അമ്മേ, എനിക്ക് പൈസയുമില്ല, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും എനിക്ക് ആ അഡ്മിഷൻ എടുത്ത് തരണം. അത്രമേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഞങ്ങളുടെ കുടുംബത്തെ എങ്ങനെയെങ്കിലും മോന് അനുഗ്രഹം കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ച സമയത്ത് 2 തിരിയും കത്തിച്ച് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചത്. ശരിക്കും 5 മണി സമയം, ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയം. ആ സമയത്ത് ഞാൻ എത്താറില്ല. ഭാഗ്യവശാൽ ഞാൻ ആ സമയത്ത് വീട്ടിലെത്തുകയാണുണ്ടായത്. അപ്പോൾ കത്തിച്ച് വെച്ചപ്പോൾ പെട്ടെന്ന് എനിക്കൊരു തണുപ്പ് ഫീൽ ചെയ്തു. അപ്പം എനിക്ക് മനസ്സൊക്കെ മാറി വെച്ചിരിക്കുമായിരുന്നു. എങ്കിലും എനിക്കൊരു തണുപ്പ് ഫീൽ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയില്ല മാതാവ് അനുഗ്രഹിക്കുന്നു തോന്നി. ഞാൻ അപ്പം തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മേ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഞാൻ ഇറങ്ങുവാട്ടോ എന്ന് പറഞ്ഞു. അമ്മ ഭയങ്കര ടഫായിരുന്നു. എനിക്ക് നല്ലൊരു ദേഷ്യം വരുന്നു. എനിക്ക് നല്ല ടഫായിരുന്നു. അമ്മയെ കിട്ടത്തില്ല എന്ന് തോന്നുന്നു. ലാസ്റ്റ് ഇൻ്റർവ്യൂ ആയല്ലോ, ഇനി എന്താ ചെയ്യണേ? അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ കയറി പോരെ. അപ്പോൾ മോൻ പറഞ്ഞു, ഫുഡൊന്നും കഴിച്ചിട്ടില്ല അമ്മേ, അപ്പം മോൻ കഴിച്ചോ, സമാധാനമായിട്ട് തിരിച്ചു പോരെ, കിട്ടും, ഉറപ്പായിട്ട് കിട്ടും, ഈ പ്രാവശ്യം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഫുഡും കൂടി കഴിക്കാതെ വീട്ടിലോട്ട് വന്നു. എന്തെങ്കിലും അഡ്മിഷൻ എടുക്കാം. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ട് നീ അഡ്മിഷൻ എടുത്തോ, എന്തായാലും പ്ലേസ്മെൻറ്റ് കിട്ടും, ഉറപ്പ്, ഇനി മോനൊന്നും നോക്കണ്ട, എന്തെങ്കിലും ഉടമ്പടിയിൽ വെച്ചതല്ലേ, ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലേസ്മെൻറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് അതിന് അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ നമുക്ക് പൈസ ഇല്ല, ഒരു 15 ലക്ഷത്തോളം പഠിത്തത്തിന് വേണ്ടി വരുമെന്ന് പറഞ്ഞു. പൈസ ഇല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 സെൻറ്റ് പോലും സ്ഥലം ഇല്ല. അതിന് ലിങ്ക്സ് വളരെ കുറവ്, 3 സെൻറ്റ് പോലും ഇല്ല. ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ വേണ്ടി ശ്രമിച്ചു. അപ്പം ഞങ്ങളുടെ ഇൻകം വളരെ കുറവ്, സാലറി കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇത്രയും സ്ഥലമല്ലേ ഉള്ളൂ, അതിൻ്റെ സ്ഥലം വെച്ചെങ്കിൽ നിങ്ങൾക്ക് ലോൺ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ സ്ഥലം ഇത്രയേ ഉള്ളൂ, വീടാണെങ്കിൽ ഉള്ളിലോട്ട്, വഴിയാണെങ്കിൽ ചെറുത്.
അപ്പോൾ ഒരു തരത്തിലുള്ള മെറിറ്റ് ഞങ്ങൾക്കില്ല, അപ്പോൾ നിങ്ങൾക്കത് കിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. ഒരു ബാങ്കുകാരൻ വന്നിട്ട് ഞങ്ങളുടെ മാനേജർ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വീട് കണ്ടപ്പോൾ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു, കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി ആ സമയത്ത്. ഞങ്ങൾ മനോരുക്കി പ്രാർത്ഥിച്ചു ആ സമയത്ത്. കാരണം ആകെ ഒരു മോനുള്ള അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു. ഞങ്ങൾ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, വീണ്ടും ഞാൻ പറഞ്ഞു, മോനെ ഇനി ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് അവനോട് പറയുമായിരുന്നു, മോനെ നമുക്ക് നോക്കാം. ഇവൻ്റെ മനസ്സകരം എനിക്ക് അത്ര വിഷമമുണ്ടായിരുന്നു. കാരണം അവനും പ്രാർത്ഥിക്കുന്ന വെച്ചാണ്, ബൈബിൾ വായിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ മോൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഞങ്ങളുടെ അടുത്തുള്ള ഒരു മൂക്കന്നൂർ തന്നെയുള്ള ഒരു ചെറിയ ബാങ്കാണ്. ആ ബാങ്കിൽ ചെന്നിട്ട് ഞങ്ങൾ സംസാരിച്ചു, സാർ ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പൈസ ഇല്ലാതെ മോനെ പഠിപ്പിക്കണം, ഒത്തിരി ആഗ്രഹമുണ്ട്, അവന് ഭയങ്കര ആഗ്രഹമുണ്ട് പഠിക്കണമെന്ന്, ആ കോഴ്സ് തന്നെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നോക്കട്ടേടാ നിൻ്റെ വീട്ടിലോട്ട് വരാം എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞെങ്കിലും ഞാനും എൻ്റെ ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നില്ല. ആ സമയം എനിക്ക് ലീവും കിട്ടിയില്ല. അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് കാശ് രൂപം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ മാധവ് ഇവിടെ വരും ഉറപ്പാണ്, മോൻ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നതിന് മുമ്പ് ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിച്ച്, വീട് ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ചിട്ട് പോയി. മോനോട് ഫോൺ വിളിച്ച് പറഞ്ഞു, മോനെ കാശ് രൂപം കൈ പിടിച്ചിട്ട് ഉപ്പ് ഇട്ട് കട്ടിലപ്പടിയുമൊക്കെ കുരിശ് വരച്ചിട്ട് മാതാവ് വരും, ഉറപ്പായിട്ട് വരും. ആ സമയത്ത് മാനേജർ വന്ന സമയത്ത് മോൻ കാശ് രൂപം കൈ പിടിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ മാനേജർ വന്നു, ഇവനോട് സംസാരിച്ചു. വീട് അവർക്ക് അത്ര താല്പര്യം തോന്നിയില്ല, ചെറിയ വീടാണ്. ഇത് പറഞ്ഞ പോലെ 3 സെൻറ്റ് പോലും ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ലോൺ കിട്ടത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഇരിക്കുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് ജോലി ചെയ്യുകയാണ്. ഞാൻ ജോലി സ്ഥലത്ത് മുട്ടുപായിരുന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഇവരോട് സംസാരിച്ചു. മാനേജർ പറഞ്ഞു, എടാ നീ അടയ്ക്കൂലോ അല്ലേ ലോൺ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, അടയ്ക്കാൻ സാറേ എന്ന് പറഞ്ഞു. ഇവൻ്റെ സംസാരത്തിൽ ആ സാറിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അപ്പോൾ പറഞ്ഞു, അങ്ങനെ നീ പോരെ, എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞു. ഞാൻ മാനേജറിൻ്റെ കൂടെ ഇവൻ ചെന്നു. മാനേജർ പറഞ്ഞു, ലോൺ തരാം നിനക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ലോൺ കാര്യം റെഡിയായി. അപ്പോഴും പ്ലേസ്മെൻറ്റ് റെഡി ആയിട്ടില്ല. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാനപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വൈകുന്നേരം V-Ships എന്ന കമ്പനിയിലാണ് പ്ലേസ്മെൻറ്റ് ലാസ്റ്റായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു ഫോൺ വരാണ്, മോന് ഗ്ലാഡ്വിൻ അല്ലേ, ഗ്ലാഡ്വിൻ്റെ പ്ലേസ്മെൻറ്റ് റെഡിയായി എന്ന് പറയുകയാണ്. ആ സമയത്തുണ്ടായി ഞങ്ങളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മ ഇതേ പ്ലേസ്മെൻറ്റ് റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നു. അപ്പം മോനെ ഓടിപ്പോയി മാതാവിൻ്റെ അടുത്ത് മുട്ടൂത്തി എന്ന് പ്രാർത്ഥിച്ചിട്ട് നന്ദി പറയും. ഓടിപ്പോയി പാവമോൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് മുട്ടൂത്തി എന്ന് നന്ദി പറഞ്ഞു. അങ്ങനെ പ്ലേസ്മെൻറ്റോട് കിട്ടി. അവൻ ചെന്നൈയിൽ പഠിക്കണു, ഇപ്പം സെക്കൻഡ് ഇയർ ആയി, ഇനി തേർഡ് ഇയറിലേക്ക് പോവുകയാണ്. നന്നായിട്ട് പഠിക്കണു, മിടുക്കനായിട്ട് ഇരിക്കുന്നു. പിന്നെ ഞങ്ങൾ ലോൺ കിട്ടിയതാണ് രണ്ടാമത്തെ സാക്ഷിയായിരുന്നത്. ഒന്നാമത്തെ സാക്ഷി ഇവൻ്റെ അഡ്മിഷനായിരുന്നു, പ്ലേസ്മെൻ്റ് ആയിരുന്നു. രണ്ടാമത്തെ സാക്ഷി ലോണിൻ്റെ കാര്യമായിരുന്നു. ലോൺ കിട്ടി. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്, ഞാൻ ഈ ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഞാൻ ഒരു 2 ഉടമ്പടി പൂർത്തിയാകുന്നത് വരെ ഫുൾ നോയമ്പെടുത്തായിരുന്നു. ഇറച്ചി മീനൊന്നും കഴിക്കാതെ ഫുൾ നോമ്പെടുത്തിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പം അതിനൊരു അനുഗ്രഹം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ജോലി ഞങ്ങൾക്ക് പിന്നെ പഠിപ്പിക്കണേ വീണ്ടും പൈസ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സാലറി വളരെ കുറവായിരുന്നു എനിക്ക്. ഞാനൊരു 11 വർഷമായിട്ട് 3ാമത്തെ നിയോഗം അതായിരുന്നു. 11 വർഷമായിട്ട് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ജോലിയിൽ എനിക്ക് സാലറി വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ സാലറി ഇല്ലാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് സാലറിയിൽ ഇൻക്രിമെൻറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് 4 വർഷമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഇതുവരെ ഉടമ്പടിയിൽ വെച്ചിട്ടൊന്നും നടന്നില്ല. അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്നാൽ എനിക്ക് വേറൊരു ജോലിയെങ്കിലും മേടിച്ചതാട്ടെ, എനിക്ക് ഈ പ്രായത്തിൽ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, പല സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ മാതാവി എന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഹോസ്പിറ്റലിലേക്ക് ഒരു ഡോക്ടർ വരുന്നുണ്ടായിരുന്നു. ആ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഷൈനിക്ക് അങ്ങോട്ട് വരുവാൻ താല്പര്യമുണ്ടോ അമൃതയിലോട്ട് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, സാർ ഞാനെങ്ങനെയാണ്, എനിക്ക് പറ്റുമോ, എനിക്ക് പറ്റത്തില്ല എന്ന് തോന്നുന്നു അവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ സാർ പറഞ്ഞു, ഇല്ല ഷൈനി ധൈര്യമായിട്ട് ഇരുന്നോ പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇരട്ടി സാലറിയാണ് ഓഫർ ചെയ്തത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി പോകാമെന്ന് തോന്നി, കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ പിന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു, എങ്ങനെയാണ് ഞാൻ പോയി കഴിഞ്ഞാൽ നേടുമോ എന്ന് എനിക്ക് ഡൗട്ട് അടിച്ചു. കൂടെയുള്ളവരും എല്ലാവരും പറഞ്ഞു പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു. എല്ലാ 5:30 കുർബാന പ്രാർത്ഥനയ്ക്ക് ഞാൻ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നതാണ്. ആ സമയത്ത് അച്ഛൻ പറയുവാണ്, നിലവിലുള്ള ജോലി പോവാൻ സാലറി കുറവായിട്ട് വേണ്ടാന്ന് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പുതിയൊരു ജോലി കിട്ടാൻ ആഗ്രഹം വരുന്നുണ്ട്, ഒരു ഓഫർ വന്നിട്ട് പോവാൻ പറ്റാതെ
തീരുമാനം എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചു, മാതാവേ. ആ സമയത്ത് ഞാൻ കണ്ണടച്ചപ്പോൾ 2 പച്ച കളറും നീല കളറും ലൈൻ പോലെ എൻ്റെ കണ്ണിലേക്ക് വരുന്ന പോലെ ഫീൽ ചെയ്തു. ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചു ഞാൻ ഈ ജോലിക്ക് പോകുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇരട്ടി സാലറിയിൽ ഞാൻ അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അതെൻ്റെ 3ാമത്തെ നിയോഗമായിരുന്നു. വളരെ സന്തോഷം. 4ാമത്തെ നിയോഗമായിട്ട് ഞാൻ കുടുംബത്തിൻ്റെ വിശദീകരണം ഞാൻ ആഗ്രഹിച്ചത്. കുടുംബം നല്ല പ്രാർത്ഥനയിൽ പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. ധ്യാനം കറക്റ്റായിട്ട് കൂടുമായിരുന്നു. എല്ലാ ചൊവ്വാഴ്ചയും കൂടുമായിരുന്നു. ഞാൻ ഷെയർ ചെയ്യും. അതുപോലെ സാലറി കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വിഹിതം ഞാൻ പാവപ്പെട്ടവർക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി ധ്യാനങ്ങൾ ഷെയർ ചെയ്യുക, അന്നു തന്നെ ഷെയർ ചെയ്യും. ഉടമ്പടി സാക്ഷ്യങ്ങൾ കുറേ കേൾക്കുമായിരുന്നു. സാക്ഷ്യം ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് അതാണ്. പിന്നെ ഞങ്ങളുടെ പൈസ കിട്ടുമ്പോൾ, എനിക്ക് സാലറി കിട്ടുമ്പോൾ ഒരു ഭാഗം ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. പിന്നെ ബൈബിൾ വായന, പ്രാർത്ഥനാ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത് എല്ലാ ദിവസവും ഒരു ദിവസം പോലും പ്രാർത്ഥനയില്ലാതെ ഞങ്ങളുടെ കുടുംബം ഉണ്ടാവില്ല. സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായത് എനിക്കുണ്ടായിരുന്നത് മറ്റുള്ളവർ സ്നേഹത്തോട് പെരുമാറാൻ പറ്റി. കാരണം ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്. അപ്പോൾ പേഷ്യൻസിന് മുമ്പിൽ അവർക്ക് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അവരോട് സംസാരിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും ദേഷ്യമില്ലാതെ ചെയ്തു കൊടുക്കാനും ഒക്കെ സാധിച്ചു. കുർബാനയിൽ നല്ല രീതിയിൽ പങ്കെടുക്കാൻ പറ്റി. അതൊരു അനുഭവമാണ് എനിക്ക് കുർബാന. കുർബാന വിട്ടിട്ട് ഒരു പരിപാടി എനിക്കില്ല. കുർബാന എനിക്കൊരു അനുഭവമായിട്ട് തോന്നിയത് ഈ ഉടമ്പടിക്ക് ശേഷമാണ്. സ്വഭാവത്തിൽ വന്ന മാറ്റവും ഈ ഉടമ്പടിക്ക് ശേഷമാണ്. മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി, കോടാനുകോടി നന്ദി. എനിക്ക് നൽകിയ ഇനിയും ഉണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. സമയങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ മകൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. എനിക്ക് കോഴ്സിനെ പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല. അത്ര കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള കോഴ്സാണ്. മോനിലേക്ക് മോനിൽ കൊടുക്കുക മൈക്ക്. എൻ്റെ പേര് ഗ്ലാഡ്വിൻ, അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. 1 വർഷക്കാലം ഞാൻ ട്രൈ ചെയ്തെങ്കിലും എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവാനുണ്ടായിരുന്നില്ല. അവസാനം ഒരു 600ഓളം പിള്ളേർ വരുന്നുണ്ട് ഇൻ്റർവ്യൂവിന് കൂടാനായിട്ട്. എന്നിട്ടും ക്ലിയർ ആവുന്നില്ല. അതായിരുന്നു അവസാനത്തെ എക്സാമിന് 600ഓളം പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇൻ്റർവ്യൂ ബോർഡിൽ കയറുമ്പോൾ കൂടും തന്നെ എൻ്റെ ഒപ്പം അമ്മ കാശുരൂപം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇൻ്റർവ്യൂ ബോർഡിൽ കയറുന്നതും. കയറുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ അടുത്ത് പറയുകയും ചെയ്യാറുണ്ട്. അപ്പം അമ്മ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്കൊരു മെയിൽ വന്നിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഫോൺ വിളിച്ചുമായിരുന്നു, ഇങ്ങനെ സെലക്ട് ആയെന്ന് പറഞ്ഞ്. വളരെയധികം സന്തോഷമുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഇൻ്റർവ്യൂ കിട്ടിയത്. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. 600ഓളം ആൾക്കാർ വന്നിട്ട് 13 പേരാണ് അവർ സെലക്ട് ചെയ്തത്. ഈ 13 പേരിൽ 13ാമത്തെ ആളായിട്ടാണ് ഞാൻ അതിനകത്ത് സെലക്ട് ആയിരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അതിന് വേണ്ടിയിട്ട് മാതാവിനോട് 1000 നന്ദി പറയുന്നതുകൊണ്ട്.